ബേസിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോലീസേട്ടൻ്റെ ജീവിതാഭിലാഷങ്ങളിലൊന്നുകൂടിയാണ് ഇപ്പോൾ ഇത് സാക്ഷാത്കരിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ മരണമാസിലെ വേഷത്തിലൂടെ ഭയങ്കര ശ്രദ്ധ നേടിയിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? അത് എന്താ പറയുക, ഞാനൊരു 50 വർഷം കഴിഞ്ഞു അഭിനയം തുടങ്ങിയിട്ട്. ആദ്യം നാടകമായിരുന്നു. സിനിമയിൽ 77 ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിച്ചതാണ്. പിന്നീട് പടങ്ങൾ കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങിയൊരു 20 വർഷം കുമാരി പൗർണമി എന്നൊരു സമിതി നടന്നിരുന്നു. NF ഫറീസ് മീന ഗണേശൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും പടം അഭിനയിച്ചു തുടങ്ങിയത് 2004 ബ്ലസ്സിയുടെ കാഴ്ചയിൽ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് പടം, ഒരു കളക്ടറേറ്റിൽ പ്യൂണായിട്ട്. പിന്നെ ആ വർഷം തന്നെ സത്യനന്ദിക്കാരൻ്റെ വിനോദയാത്രയിൽ ദിലീപിൻ്റെ കൂടെ, അത് ഫ്രെയിമിൽ മീരാ ജാസ്മിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെറുതും വലുതായിട്ടൊരു 10-25 പടം ചെയ്തു. ഗുരുവായൂരമ്പലം നിലയിലുണ്ടായിരുന്നു. അതിൽ അവിടെ വെച്ചാണ് പിന്നെ ഈ മരണമാസിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിജു സണ്ണയും എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് പിന്നെ ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. ഡയറക്ടർക്ക് ഓക്കെ ആയി. പിന്നെ ഡോവിനൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ മരണമാസിലേക്ക് വരുന്നതും. അങ്ങനെ ത്രൂഔട്ടുള്ളൊരു വലിയ വേഷം ആദ്യമായിട്ട് ചെയ്യുന്നു. അതിന് വെറൈറ്റി, എനിക്ക് ശരിക്കും വർക്ക് ചെയ്യാനുള്ളൊരു വേഷം കിട്ടി. എല്ലാവരും എന്താ പറയുക, ആബാലവൃദ്ധം ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരും എല്ലാവരും ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം, ഭാഗ്യം. ഇത്രയും വർഷത്തെ ഒരു അഭിനയ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു മുഴുനീള കഥാപാത്രം ഇപ്പോഴാണ് ലഭിക്കുന്നത്. ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള, നാട്ടുകാർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഏറ്റവും വലിയൊരു ക്യാരക്ടർ ഇപ്പോഴാണ്. ആ ഒരു സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർ അറിയപ്പെടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരിത്. അത് ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ഞങ്ങൾ പ്രൊമോഷന് പോകുമ്പോൾ, പടത്തിന് റിലീസിന് മുമ്പ് ബേസിലും ഡയറക്ടറൊക്കെ ഒരുമിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തിൽ ഒരുമാളിലായിരുന്നു. അവിടെ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ബേസിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോലീസേട്ടൻ്റെ ജീവിതാഭിലാഷങ്ങളിലൊന്നുകൂടിയാണ് ഇപ്പോൾ ഇത് സാക്ഷാത്കരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണണം. ഇത് ആദ്യം എനിക്ക് വിളിയൊന്ന് ചോദിക്കുന്നതാണ്, പോലീസേട്ടൻ എന്തോ സംഭവം ബേസിലൊക്കെ പോലീസിനെ പറ്റി പറയുന്നു. അതൊക്കെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡ് കൂടിയാണ് പറയാം. അങ്ങനെ എന്തായാലും പിന്നീട് ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് പ്രൊമോഷൻ, കോഴിക്കോടും പിന്നെ പടം കഴിഞ്ഞിട്ടും ഒത്തിരി തിയേറ്ററുകളിലും ഒക്കെ പോയി. അവിടെയൊക്കെ നമ്മൾ ഈ പ്രായമായവരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുകയും കുട്ടികളൊക്കെ വന്നിട്ട്, ഞാൻ മരിച്ചാണല്ലോ, ചില പിള്ളേർ വന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും, ചില മീശ തൊട്ട് നോക്കും. അങ്ങനെ എന്താ മരണ സംഭവം വലിയൊരു സംഭവം. ഇതുവരെ വേറെ ഞാൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒത്തിരി ഇൻ്റർനാഷണൽ ഫിലിംസും ഫെസ്റ്റിലൊക്കെ പങ്കെടുക്കുക. പക്ഷേ ഇങ്ങനെ ഒരു ക്യാരക്ടർ മരിച്ച് സാധാരണ റീത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു അനുശോചനമൊക്കെ ആയിട്ട് പോലെ മരിച്ചിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ ഒത്തിരി ഇതിൽ വരുന്നത് പടം കണ്ടിരുന്നോ? അപ്പോൾ ബസ്സിലും മറ്റേ ട്രോളിയിലും ട്രോയിലൊക്കെ പട്ടിയൊക്കെ ചന്തയും കൊണ്ടുപോകാനായി. അതൊക്കെ കണ്ട് എൻ്റെ കൊച്ചുമക്കളൊക്കെ ഭയങ്കര പ്രശ്നമായി കരയിലായിരുന്നു പറയും. എന്തായാലും ആ ക്യാരക്ടർ വലിയൊരു സംഭവമായിരുന്നു. പടം വലിയ കുഴപ്പമില്ലാതെ പോയി. ഇപ്പോൾ OTTയിൽ നന്നായിട്ട് പോകുന്നു. OTTയിലും ദൂരേന്നൊക്കെ. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് അയർലൻഡിൽ നിന്നൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ നാടകത്തിലേക്ക് അഭിനയിച്ചൊരു കുട്ടി. അപ്പോൾ അവിടെ വർക്ക് ചെയ്യണം. പോലീസ് ചേട്ടാ ഇന്നാണ് കാണാൻ പറ്റിയത്, വീരായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നല്ല നല്ലൊരു ശരിക്കും ഈ കഥാപാത്രം ഒരു അഴിഞ്ഞാടിയുള്ള പെർഫോമൻസ് ആണല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയുക? ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ, ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടർ കിട്ടുക, അതിന് മുഴുനീളമായിട്ട് അഴിഞ്ഞാടി അഭിനയിക്കാൻ പറ്റുക, അതിനെക്കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? അതാ നമുക്ക് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഒരു കിട്ടുന്ന ക്യാരക്ടർ അതിനെ മാക്സിമത്തിൽ വിജയിപ്പിക്കുക. അപ്പോൾ ഡയറക്ടർ ആദ്യം തന്നെ ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. പിന്നെ അതങ്ങോട്ട് വെച്ചൊരു പെരുമാറ്റമായിരുന്നു. അതിന് എന്തായിരുന്നു ആ കുട്ടിയുടെ തുടർന്ന കേസ്. സത്യം പറഞ്ഞാൽ കുറേ ടേക്കിന് ശേഷം എനിക്ക് സത്യത്തിൽ നമ്മൾ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന ഇതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. കാരണം നമ്മുടെ ആ ചിട്ടയും ഇതൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ അവസാനം വന്ന് ഇപ്പം ഉണ്ടായിരുന്നു പോലീസായിട്ട് അവൾക്ക് ഇത് സ്പ്രേ അടിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള റിയാക്ഷൻ വരണം. അപ്പോൾ കൊച്ചൂർ പോലീസായിട്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ആ സീൻ വന്ന് ചെയ്തത്. അതൊക്കെ ഞാനതെനിക്ക് സംശയമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻ പുറത്തുള്ളവരൊക്കെ എങ്ങനെയാണ്, പക്ഷെ അവരൊക്കെ അത് അഭിനയമാണെന്ന് തന്നെ രീതിയിൽ തന്നെ അവരെടുക്കുകയും അത് എന്നെ ഇപ്പോഴൊരാൾ ഇത് ചെയ്തപ്പോൾ അതാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ എല്ലാം കൊണ്ടും സംതൃപ്തി, സന്തോഷം. ഇപ്പോൾ പുതിയ സിനിമകളും കാര്യങ്ങളൊക്കെ? പുതിയ സിനിമ ഇപ്പോൾ അടുത്ത മാസത്തേക്ക് വരണം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ഇതായിട്ടില്ല, നിൽക്കുന്നു. ഓഗസ്റ്റിലേക്കൊരു വലിയ വേഷം ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നു. അതുകൊണ്ട് എഗ്രിമെൻ്റ് ഒന്നും ആയിട്ടില്ല. വന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഹാപ്പിയാണ്? എങ്ങനെ
ഇപ്പോൾ സന്തുഷ്ടമാണ് ഭയങ്കര, എന്താ അധികം ഹാപ്പി ആയിട്ട് നടക്കും. ഓ ഹാപ്പി, വളരെ ഹാപ്പി. ജീവിതത്തിൽ ഇങ്ങനെ ഒത്തു കിട്ടുന്നതാണ് വളരെ വല്ലപ്പോഴും അങ്ങനെ ഒരു ക്യാരക്ടറുള്ളത്. ഇത്ര വർഷങ്ങളായിട്ട് എന്നെ മുമ്പ് സീനിയറായിട്ടുള്ള നടന്മാർ പോലും ഇത്രയും വലിയൊരു വേഷം അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട്. ആദ്യത്തെ ഈ ബോർഡൊക്കെ ഒരു കൊല്ലത്തുനിന്നാണ് ഒരു വിളി വരുന്നത്. പോലീസുകാരാ ഞങ്ങൾ ചെയ്യും, പോലീസുകാരുടെ ഒരു ബോർഡിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യം ചേട്ടന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് അതൊക്കെ നമുക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. നാടകവേദികളിലുള്ള ആളുകളുടെ ഒരു പിന്തുണ എത്ര? എങ്ങനെ നാടകത്തിൽ നിന്നാണല്ലോ വന്നത്. നാടകത്തിൽ അതെ അതെ, അപ്പോൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയുണ്ടായിരുന്നു? അവർ എല്ലാവരും പോയി സിനിമയൊക്കെ കണ്ടു. അവരിതുപോലെ തന്നെ കമൻറ്റ്സ് വരുന്നു. അവിടെ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ വലിയൊരു സ്വീകരണം ഉണ്ടായിരുന്നു പള്ളിയിൽ. അങ്ങനെയൊക്കെ പോണു. അവിടെ തിയേറ്ററിലൊരു അവിടെ കാലടിയിലൊരു തിയേറ്ററിൽ ആ സ്വീകരണം ഉണ്ടായിരുന്നു. അവർ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരോട് വലിയൊരു സ്വീകരണം വെച്ചിരുന്നു. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോകണം. ഇവിടെ നമ്മുടെ ഒരു സാജൻ എന്നുള്ളൊരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അതിൽ പോലീസ് അങ്ങനെ ഒരു അവാർഡിലേക്ക് അവർ പരിഗണിക്കേണ്ട എങ്ങനെയാണ്, ഡേറ്റ് ഒഴിവുണ്ടോ ചോദിച്ചാൽ വരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന്. അങ്കമാലിയാണ് വീട്. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.